ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഗ്രഗേഷൻ ഇൻകം ആണ്. ഓക്കെ, അഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സമാഹരണം എന്നാണ് അതിൻ്റെ അർത്ഥം. സമാഹരണം, നമ്മൾ സമാഹരിക്കുക, നമ്മൾ കൂട്ടി വെക്കുന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ, അതാണ് അഗ്രഗേഷൻ ഇൻകം. നമ്മൾ കൂട്ടി വെക്കുന്ന നമ്മുടെ വരുമാനമാണ് അഗ്രഗേഷൻ ഇൻകം. അതിൽ തന്നെ നമുക്ക് ഡീംഡ് ഇൻകം ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കുറേ ക്യാഷ് സംബന്ധമായിട്ട് നമ്മൾ കൂട്ടി വെക്കുന്ന നമ്മുടെ ഇൻകത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഈ ഒരു പാർട്ടിൽ. അത് കൂടാതെ നമുക്ക് കഴിഞ്ഞ പാർട്ടിൽ മിസ് ഡിസ്കസ് ചെയ്തിരുന്നു എന്ത്, നമ്മുടെ പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, നമ്മുടെ ക്യാപിറ്റൽ ഗെയിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ആ ഗെയിനിൽ ചാർട്ട് 13-5 എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കറക്റ്റ് ടെക്സ്റ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ടേബിൾ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടേബിൾ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. കാരണം നമ്മൾ മിസ് പറഞ്ഞല്ലോ, നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ കേട്ട് അല്ലെങ്കിൽ നോക്കി മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്താൽ കിട്ടും, നമ്മൾ ആ നോട്ട്സ് കിട്ടും. അപ്പോൾ അതിൽ കറക്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതാണ് മിസ് പറയാനുള്ള ഒരു കാര്യം. നെക്സ്റ്റ് വേറൊരു കാര്യം പറയാം, ഡിവിഡൻസിൽ കുറേ എസ്സേ വരുന്നുണ്ട് ഭാഗങ്ങൾ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആയി 23 പോയിന്റ് എന്ത് വരുന്നുണ്ട്, എസ്സേ വരുന്നുണ്ട് കേട്ടോ. 23 പോയിന്റ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് എസ്സേക്ക് പ്രിപ്പയർ ചെയ്യുക. മിസ് അത് എസ്സേ തന്നെ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് പറയാനുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് ടാക്സബിലിറ്റി, അല്ലെങ്കിൽ ഹോഴ്സ് റേസ് ഒക്കെ അല്ലേ, ഹോഴ്സ് റേസ് അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അനദർ സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാപിറ്റൽ ഗെയിനിൽ ഉൾപ്പെടുന്നതാണ് ഹോഴ്സ് റേസ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ടാക്സബിലിറ്റി ആൻഡ് റൂൾസ്, ടൈപ്സ് ഓഫ് ഡിവിഡൻ. എന്താണ് ഡിവിഡൻ? നമ്മൾ ഡിവിഡൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഡിവിഡൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് മിസ് കരുതുന്നത്. മിസ് ഒന്നും കൂടി ആ ഡിവിഡൻറ്റ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, കറക്റ്റ് വായിച്ചുതരാം. എൻ ഓർഡിനറി ലാംഗ്വേജ്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡിവിഡൻറ്റ് മീൻസ് ഇറ്റ്സ് എ ക്യാഷ് റിസീവ്ഡ് ബൈ എ ഷെയർ ഹോൾഡർ. അതായത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാങ്ങുന്ന ക്യാഷാണ് ഡിവിഡൻറ്റ്. എന്ത് റിലേറ്റഡ് ആയിട്ടാണ് വാങ്ങുന്നത്? ഓഫ് എ കമ്പനി, ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്രോഫിറ്റ്. ഒരു കമ്പനിയിൽ ലാഭം കിട്ടും, അത് കമ്പനി നല്ല ലാഭത്തിൽ ഓടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പങ്കിൽ നിന്ന് ഒരു വിഹിതം, ഡിവിഡൻഡ് എന്ന വിഹിതം എന്നൊക്കെയാണ് അർത്ഥം. ഒരു വിഹിതം ആർക്ക് കൊടുക്കുന്നു? ആ ഒരു പിന്നെ ആർക്ക് കൊടുക്കുന്നു? അതിൻ്റെ കൂടെ നിന്ന് ഏജന്റുമാരൊക്കെ ഉണ്ട്, അവർക്ക് കിട്ടുന്ന ആ സംഭവം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻഡിൻ്റെ ടൈപ്സ്, റൂൾസ് ഓഫ് ഡിവിഡൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിവിഡൻസ്, ടാക്സബിലിറ്റി എന്ന കുറേ ഏരിയ, അതൊക്കെ എസ്സേക്ക് പ്രതീക്ഷിക്കുക കേട്ടോ, അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ മിസ് അതിലൊന്ന് ഓർമ്മിപ്പിക്കാനാണ് മിസ് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഡിവിഡൻഡിലേക്ക് വന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഒരു എന്താ, ഡിവിഡൻഡ് അത് ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. മിസ് ഒന്നും കൂടി വായിക്കാം. ഡിവിഡൻഡ് മീൻസ് ഇറ്റ്സ് എ ക്യാഷ് റിസീവ്ഡ് ബൈ എ ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറിന് വാങ്ങുന്ന ക്യാഷ് ആണ്. ആൻഡ് ദ കമ്പനി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്രോഫിറ്റ്, നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറക്റ്റ് ഏജൻസിന് കൊടുക്കുന്ന ഒരു ജസ്റ്റ് ഒരു കമ്മീഷൻ എന്നൊക്കെ നമ്മൾ പറയും, അതിൻ്റെ ഒരു ഭാഗം അല്ല ഒരു വിഹിതമാണ് ഡിവിഡൻഡ്. അതിൻ്റെ എസ്സേ വരും. റൂൾസ് ഓഫ് ഡിവിഡൻസ് 23 പോയിന്റ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഡിവിഡൻസ് 15 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, 15 പോയിന്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ടാക്സബിലിറ്റി 12 പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ എസ്സേ വരും. അത് മിസ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് മിസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നത്, മറന്നു പോകരുത്. നെക്സ്റ്റ് ഒരു ചാർട്ട് ഉണ്ട്, എന്തെന്നറിയോ, പിന്നെ 13.5 എന്ന് പറയുന്ന ഒരു പേജിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടാണ്? നമ്മുടെ എസ്സേ നേരത്തെ 23 ഇല്ലസ്ട്രേഷൻ സെക്യൂരിറ്റീസ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന എസ്സേ. ക്വസ്റ്റ്യൻ എന്താണ്? സെക്യൂരിറ്റീസ് കൊടുക്കുന്ന സുരക്ഷ എന്നൊക്കെ പറയും, നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു സുരക്ഷ, അതായത് അവരുടെ ഫാമിലി പെൻഷനായിട്ടും അവർ അതായത് ജോലിയിലിരിക്കുമ്പോൾ മരിച്ചു പോകുമ്പോൾ ആ ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക കൺസെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു പെൻഷനായിട്ടും പല എന്താ പറയുക അലവൻസ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു എസ്സേ ഉണ്ട്, 23 പോയിന്റ്സ് ഉണ്ട്. അത് എസ്സേ വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മിസ് അതിനാണ് വന്നത്. പിന്നെ അതിൽ എസ്സേ വരാനുള്ളൊരു ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ദ ഫോൾ. ചിലത് ഡിവിഡൻഡിൽ വരാത്ത ചില പോയിന്റ്സ് അത് എസ്സേയിൽ എഴുതണ്ടെങ്കിലും അത് വേറെ ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വരും. ഓക്കെ, ഡിവിഡൻഡ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ദ ഫോൾ, താഴെ കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡിൽ ഉൾപ്പെടാത്ത സംഭവങ്ങൾ. അതായത് ക്ലോസ് ഓഫ് റെസ്പെക്ട് എനി ഷെയർ ഇഷ്യൂഡ് ക്യാഷ്
coordination where the shareholders not entitled the event of participate in surplus assets. അതായത് അവിടെ ഒരു ട്രാൻസാക്ഷനിൽ ഉൾപ്പെടാത്ത ചില അൺചാർജബിൾ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അത്യാവശ്യം എക്സാമിന് റൂൾസ് ആൻഡ് ടാക്സ്. പിന്നെ അത് നേരത്തെ പറഞ്ഞ മിസ് എക്സൈൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതെന്താ നിർബന്ധമാണ്, റൂൾസ് ഫോർ ടാക്സാക്ഷൻ ഓഫ് ഡിവിഡൻഡ്. നിങ്ങൾ മറന്നു പോകരുത് റൂൾസ്. ഓക്കെ, അതായത് ഫോളോയിങ് ആർ റൂൾസ്. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർഡ് കമ്പനി ഷാൽ ബി ഡീംഡ് ഓൺ ദ ഇൻകം ഓഫ് ദ ഷെയർ ഹോൾഡർ പ്രീവിയസ് ഇയർ ഓഫ് ദി വിച്ച് ഡിക്ലെയർ. അതായത് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഡീലിങ്സിൽ നടക്കുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ പോയിന്റ്സും കൂടി ഈ 23 ആൻഡ് ഈ ഒരു ഡിവിഡൻഡിലെ ഈ റൂൾസ് ടൈപ്സിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എസ്സേ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ഭാഗം അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആണ്. ഓക്കെ, അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു, അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കയ്യിലുള്ള ക്യാഷ്, അതായത് നമ്മൾ കൂട്ടി വെച്ച് നമ്മളെ സമാഹരണമാണ്. പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിസ് അതിന് മലയാളം പറഞ്ഞത് കേട്ടോ, സമാഹരണം. അതായത് അഗ്രിഗേഷൻ, അതായത് നമ്മുടെ കയ്യിൽ കൂട്ടി നമ്മുടെ നീക്കിയിരിപ്പ്, നമ്മുടെ അസെറ്റ്, നമ്മുടെ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് അഗ്രിഗേഷൻ. അത് ഏതൊക്കെ വിഭാഗം നമുക്ക് നോക്കാം. അതിൽ മിസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് വായിക്കുക കേട്ടോ. എന്താണ് അഗ്രിഗേഷൻ എന്നുള്ള വേർഡിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ജസ്റ്റ് മിസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വായിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ അറ്റംപ്റ്റ്സ് ഓഫ് ഷിഫ്റ്റ് ഹിസ് ഇൻകം, അത് കീപ് ഹിസ് ടാക്സ് ലയബിലിറ്റി ആൻഡ് മിനിമം പോസിബിൾ ലിമിറ്റ് ടു മേക്കിംഗ് അറേഞ്ച്മെന്റ്സ് ത്രൂ വിച്ച് ഈസ് ഫാക്ച്വൽ ഇൻകം ടു ലീഗലി ഷിഫ്റ്റഡ് ഇൻ സം പേഴ്സൺ ക്ലോസ് ഹിം. അതായത് ലീഗലി ഇല്ലാത്ത, ലീഗലി മീൻസ് ഗവൺമെൻറ് ലീഗലി അംഗീകരിക്കുന്ന അതല്ലാതെ നമ്മളെ കയ്യിൽ നമ്മളെ ഇതിന് വെക്കുന്ന സംഭവമാണ് എന്ത് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സ്റ്റഡി സച്ച് ഇൻകം വിച്ച് ബിലോങ്സ് ടു അതർ പേഴ്സൺ ബട്ട് ഇൻക്ലൂഡഡ് ദി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ് ഓഫ് അസിസി ഹു ആർ ട്രൈ ടു അവോയ്ഡ് പേയിങ് ദ ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്തിട്ട്, ഇത് നമ്മളെ കയ്യിലുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ബിൽഡിങ്ങിൽ ഒരു ലാൻഡിൽ 2 ബിൽഡിങ്ങിന് അത് നമ്മൾ വിൽക്കുമ്പോൾ 10 ലക്ഷം, അത് വാങ്ങുമ്പോൾ നമ്മൾ 10 ലക്ഷത്തിന് വാങ്ങി വിൽക്കുമ്പോൾ 20 ലക്ഷത്തിന് വിൽക്കുമ്പോൾ 10 ലക്ഷം ലാഭം. അത് നമ്മൾ ഗവൺമെൻറ് നിർബന്ധമായിട്ടും അത് ഒഫീഷ്യലി നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് നമ്മുടെ നിയമം അല്ലെ. 1961 സെക്ഷൻ 23 നമ്മളത് ഡിസ്കസ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് കാണാപ്പാടായിട്ട് നമ്മൾ സെക്ഷൻ പറഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് കാണാപ്പാടായിട്ട് മിസ്സിനൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഈ അഗ്രിഗേഷൻ ഈ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ പ്രോഫിറ്റ്, അതൊക്കെ ഗവൺമെൻറ് കാണുന്നതാണ്. ഗവൺമെൻറ് കാണാത്ത മീൻസ് ഗവൺമെൻറ്റിൻ്റെ അവോയ്ഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ പറയുന്നതാണ് അഗ്രിഗേഷൻ. കറക്റ്റ് ഇതിൽ ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇൻട്രൊഡക്ഷൻ? ആൻഡ് അസിസി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ്. ആൻഡ് അസിസി ഈസ് റിലയബിൾ ടു പേ ടാക്സ് ഓൺ ഹിസ് ഓൺ ഇൻകം വിച്ച് ആർ നോട്ട് അതർവൈസ് അബ്സെന്റ് ഫ്രം ഇൻകം ടാക്സ്. എക്സംപ്റ്റ്, EXEMPT, എക്സംപ്റ്റ്, ഒഴികെ. ആ വേർഡ് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഇതിന് ആൻസർ കിട്ടും. അതായത് ഇൻകം ടാക്സ് അറിയാതെ, ഗവൺമെൻറ് പേയ്മെൻറ്റ് ഇല്ലാതെ, ഒഴികെ, എക്സംപ്റ്റ് ദാറ്റ് ക്യാഷ് ഈസ് അഗ്രിഗേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് അഗ്രിഗേഷൻ. അതാണ് എന്തെന്ന് അഗ്രിഗേഷൻ ടാക്സ് അല്ലെങ്കിൽ അഗ്രിഗേഷൻ ഇൻകം എന്ന് പറയുന്നത്. അണ്ടർ ദ ഇന്ത്യൻ ഇൻകം ടാക്സ് ലോ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്താണ്. വീണ്ടും ഇവിടെയും അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് മിസ്സിന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും വയ്യ. കാരണം പറയുന്നു ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് എക്സാം ഓറിയൻറ്റഡ് പോലുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ എന്ത് ബൈ ഹാർട്ട് ആവും ചെയ്യും. എല്ലാം കൊണ്ട് ഉപകാരമാണ് അല്ലേ. മിസ് ഇത് പറഞ്ഞ് നിങ്ങൾക്കും ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, അഗ്രിഗേഷൻ ലോ പ്രകാരം, ദാറ്റ് ഈസ് ഏത് ലോ ആണത്, ഇന്ത്യൻ ഇൻകം ലോ ഇൻ 1961. സിസ്റ്റം ഈസ് ഫോളോഡ് ഫോർ ടാക്സേഷൻ പർപ്പസ്. അത് ഫുൾ ടാക്സേഷൻ ആൻഡ് ആക്ട്സ് സെക്ഷൻ വരുന്നത് മൊത്തം അതിലാണ്. കാരണം ഒരു 700 or 800 സെക്ഷൻ അതിൽ ഇൻക്ലൂഡഡ് ആയി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറേ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തേ തന്നെ കുറേ സെക്ഷൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലേ. ഇതിലാണെങ്കിൽ ടെക്സ്റ്റിൽ കറക്റ്റ് സെക്ഷൻ ബേസ് ആണ് ഓരോന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നതും. അപ്പം നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ബൈഹാർട്ടായി പോവും. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിലും പറയുന്നത് 1961 അഗ്രിഗേഷൻ ആക്ടിൽ പറയുന്നത് എന്താണ്, ഇറ്റ് ഫോളോഡ് അവർ ടാക്സേഷൻ പർപ്പസ് ആൻഡ് ദ അസിസി ഏർണിംഗ് ഹയർ ഇൻകം പുട്ട് ഹയർ ടാക്സ് സ്ലാബ് ആൻഡ് taxed by higher rate. The avoid of high rate of taxation, some assessee try to lower their income slab transferring of income to the person falling her either tax bracket of his transaction. അതായത് ഒരു അസിസി അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന പ്രോഫിറ്റും ട്രാൻസാക്ഷനും ഉണ്ടാവും. ഒരാൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് കുറേ ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ കീഴിൽ തന്നെ ഒഫീഷ്യലി നമ്മൾ പ്രൂവ് ചെയ്യണമെന്ന് ഉള്ളത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യും. അല്ലാതെ നമ്മുടെ എന്താ പറയുക, നമ്മളെ അടിയന്തരമായിട്ട് നമുക്ക് കിട്ടുന്ന ചിലതുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
എത്ര വലിയ ബിസിനസ്മാൻമാരാണെങ്കിലും അവനവൻ്റെ കയ്യിലേക്ക് ഇത്തിരി എന്തെങ്കിലും കിട്ടുക അതുള്ളത് അങ്ങനത്തെ ഉണ്ടാവും. അതിനാണ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്. അതെന്തല്ല, ഗവൺമെൻറ് പേയബിൾ അല്ല, ചാർജബിൾ അല്ല, അത് എക്സംഷൻ ആണ്. മിസ് പറഞ്ഞു എക്സംഷൻ മീൻസ് ഒഴികെ, ഗവൺമെൻറ് പേയബിൾ ഒഴികെയുള്ള ഒരു അസസി ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇൻകമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അഗ്രിഗേറ്റഡ് ഇൻകത്തിൻ്റെ അസസി ഇൻക്ലൂഡ് ഫോളോയിങ് ഇൻകം. അതായത് അഗ്രിഗേറ്റഡ് ഇൻകം ഓഫ് ദി അസസി ഇൻക്ലൂഡ്സ് ഫോളോയിങ് ഇൻകംസ്. അതായത് ഒരു അഗ്രിഗേറ്റഡ് ഇൻകം കിട്ടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അസസി ഇത്ര ഈ പറയുന്ന കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യണം? അത് ഇൻകം ഓഫ് ദ അസസി, അതായത് ഇൻ ദിസ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്. പ്രീവിയസ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം. ഒന്നാമത്തെ ഡീംഡ് ഇൻകം, രണ്ടാമത്തത്, മൂന്നാമത്തത് ക്ലബിംഗ് ഓഫ് ഇൻകം, ദാറ്റ് മീൻസ് ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡബിൾ ദ ഇൻകം ഓഫ് അസസി. ഓക്കെ, നെക്സ്റ്റ് ഷെയർ ഓഫ് മെമ്പർ ഓഫ് ദ ഇൻകം. മെമ്പർ ഓഫ് ദ ഷെയർ, അതായത് ഇൻകം വേറൊരാൾ കിട്ടുന്ന അവനവൻ്റെ പേരിലെടുക്കുക. അങ്ങനെ പല ചില എന്താ നീക്കുപോക്കുകളൊക്കെ ഉണ്ട് അവർ തമ്മിൽ. ഷെയർ ഹോൾഡേഴ്സ് അയാളുടെ പേരിലായിരിക്കും ചിലപ്പോൾ, ഇയാളെ പൈസയ്ക്കും മറ്റേ ആളെ പേരിലേക്കും എന്തുണ്ടാവുക, കാരണം അയാൾക്ക് വേറെ ടാക്സ് കുറവാണെങ്കിൽ അയാളെ പേരിലേക്ക് മാറ്റും. അങ്ങനെ അവർ തമ്മിലുള്ള കുറേ നീക്കുപോക്കുകൾ ഉണ്ടാവില്ല ബിസിനസ്മാൻമാർ തമ്മിൽ. അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു, അഗ്രിഗേഷനിൽ ഉൾപ്പെടുന്നു. ഡീംഡ് ഇൻകം. എന്താണ് ഈ ഡീംഡ് ഇൻകം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുക, ക്യാഷ് ക്രെഡിറ്റ് ഇതൊക്കെ പറഞ്ഞു അല്ലേ. ഡീംഡ് ഇൻകം എന്താ നോക്കാം. എന്താ ഡീംഡ് ഇൻകം? ഇറ്റ് ഈസ് അസസി ഇറ്റ്സ് ലേബിൾ പേ ഇൻകം ടാക്സ് ഇസ് ഓൺ ഇൻകം ബട്ട് ദേ ആർ certain such income amounts which apparently are not the income of the assessee even they are deemed to be income of assessee under the various provisions of Income Tax Act. Such incomes are added in the income of assessee are called deemed income. മനസ്സിലായോ എന്താ പറഞ്ഞത്? എവറി അസസി ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ് ഓൺ ഹിസ് ഓൺ ഇൻകം. എല്ലാ ബിസിനസ്മാൻമാരും അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം ടാക്സ് ആയി അടയ്ക്കണം നിർബന്ധമാണ്. ബട്ട് ദർ ആർ certain such income in amount which apparently are not the income of assessee. കാരണം അവർക്ക് വരാതെ വരുന്ന ചില ഇൻകം ഉണ്ട്, ഗവൺമെൻറ് അറിയാതെ വരുന്ന ചില ഇൻകം, ഈവൻ ദേ ആർ ഡീംഡ് ടു ബി ഇൻകം ഓഫ് ദി